ഇന്ന് നമുക്ക് ചിക്കൻ പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മുടെ ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര്, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനിയൊരു ബ്ലെൻഡറിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, പിന്നെ ഇത് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്തത് മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ച ചിക്കനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതില്ല. ഇതിവിടെ ചിക്കൻ ഇറങ്ങി വന്ന വെള്ളമാണ്. ഇനി ഇത് ചിക്കൻ ഒരു പകുതി വേവാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 2 ഇടത്തരം സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ചിക്കൻ ഇവിടെ പകുതി വേവായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ വെള്ളം വറ്റി വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കന് വേവായിട്ടുണ്ടാവും. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാത്രം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് 2 ഇടത്തരം സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 3-4 പട്ട, ഗ്രാമ്പു 3 എണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ഇടത്തരം തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തക്കാളി ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് മല്ലിയില അരിഞ്ഞത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കണമെന്നില്ല, തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് നന്നായി എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.